ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് സമ്മർ പാക്ക്. അത് നല്ല ശരീരത്തിന് നല്ല ഫേസിന് നല്ല കുളിർമയൊക്കെ കിട്ടുന്നതാണ്. അത് മറ്റൊന്നുമല്ല, റാഗിയാണ്. റാഗി ചെറിയല്ല കൂരവ്, കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്ന പഞ്ഞപ്പുല്ല്, കൂരവ്, റാഗി, അങ്ങനെ പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കിയൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ അത് തന്നെ വലുതായ പെൺകുട്ടികളും വലുതാവുന്ന സമയത്തൊക്കെ ഇത് കുറുക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് തണുപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഫേസ് ഇപ്പോഴത്തെ ഒരു ചൂട് കാലഘട്ടമാണ്. നമുക്ക് എത്ര എന്തൊക്കെ ചെയ്താലും ചൂട് മാറുന്നില്ല. അപ്പം നമുക്ക് ഫേസിന് ഈ പാക്ക് ഡെയിലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫേസിന് നല്ല ഗ്ലോ കിട്ടും, നല്ല കളറ് കിട്ടും, ടാൻ മാറും, ലൈറ്റ്നിങ് ആണ്. ഭയങ്കര നല്ല, പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകണം, പെട്ടെന്നൊരു ഫേഷ്യലോ അല്ല എന്തെങ്കിലും ചെയ്യണമോ, പാർലറിൽ പോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന നല്ല ബ്രൈഡിൻ്റെ ലുക്ക് കിട്ടുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്ക് 100% റിസൾട്ടാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇതിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇതാണ്ട് റാഗി പൗഡറാണ്. റാഗി പൗഡർ, ഇതാണ് റാഗി പൗഡർ. ഇത് ഈ റാഗി വാങ്ങിച്ച് പൊടിച്ച പൊടിയാണിത്. അതല്ലെങ്കിൽ നമുക്കിത് ഓർഗാനിക് പൊടി കിട്ടും, അതും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിന് വേണ്ടുന്നത് പാലാണ്. 3 സാധനമേ ഉള്ളു. പിന്നെ വേണ്ടുന്നത് ശർക്കര. ഇതാണ്. ഇത് നമ്മൾ 3 ഇട്ട് കുറുക്കിയാണ്, ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയൊക്കെ ഇട്ട് കുറുക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് 3 കൂടിട്ട് കാച്ചി കുറുക്കിയെടുത്തതാണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കൂടെ കാച്ചി കുറുക്കണം. എന്നുവെച്ചാൽ ഒരു പാത്രത്തിൽ, ഞാനത് കുറുക്കുന്നത് കാണിച്ചില്ല, എന്നുവെച്ചാൽ അത്രയും സമയം പോവല്ലോ, പിന്നെ വീഡിയോ നീളമായിപ്പോയി, ലെങ്ത് ആയിപ്പോയി എന്ന് പറയാം. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പാത്രത്തിൽ പാല് ഒരു 2, അതിനാവശ്യമുള്ള 1 സ്പൂൺ റാഗി പൗഡർ, 1 സ്പൂൺ റാഗി പൗഡർ, ഒരു 1.5 സ്പൂൺ ശർക്കര ഇടാം. ശർക്കര അതിനാവശ്യത്തിന്, അത് കുറുകാൻ വേണ്ടിയുള്ള പാലൊഴിക്കണം. പാലൊഴിച്ചിട്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് കുറുക്കി എടുത്ത് തീ കുറച്ച് വെക്കണം. എന്നിട്ട് നല്ല ഈ ഒരു പരുവം, ഞാനത് കുറുക്കിക്കൊണ്ട് വരികയാണ്. കുറുക്കിക്കൊണ്ട് വന്നതുണ്ടേ, കുറുക്കിയതാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ലേ, കുറുക്കി കൊടുക്കുമല്ലോ. അപ്പം അതിനകത്ത് ശർക്കരയ്ക്ക് പകരം കുഞ്ഞുങ്ങൾക്ക് കരിപ്പെട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് ശർക്കര തന്നെ വേണം. എന്നിട്ട് ഇത് കുറുക്കി എടുത്തതാണ്. കുറുക്കിയത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ കുറുക്കിക്കൊണ്ട് വന്ന് കുറുക്കി തണുപ്പിച്ചതാണ്. ചൂടോട് ചെയ്യരുത്, തണുപ്പിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, പാലും ശർക്കരയും കുരവ് പൊടി, റാഗി പൗഡറും കൂടാണ്. ഇത് കുറുക്കിയിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രബ് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിതിപ്പോൾ പാക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ഫേഷ്യൽ തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നീളമായിപ്പോൾ. പാക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റാഗി പൗഡറിനകത്ത് ഇത്തിരി പാല് മാത്രം ഒഴിച്ച് ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് സ്ക്രബായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട്, അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അങ്ങ് പോവും. അതിനുശേഷം ഇത് ഇടാം. അതല്ലെങ്കിൽ പാക്ക് മാത്രം പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത്. ഞാൻ 2ഉം കൂടെ ചെയ്യാത്തത്, വീഡിയോ ഒരുപാടായി പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്ത് കാണിക്കാത്തത്. ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് മാത്രം ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. മുഖമൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. കൂരവിന് നല്ല തണുപ്പാണ്. ഞങ്ങളിവിടെ കൂരവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൂരവ് എന്ന് പറയുന്നത്. റാഗിക്ക് നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അതൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഉണങ്ങും. പക്ഷെ നമ്മൾ സാധാരണ മറ്റേ പാക്കുകൾ ഇടുന്ന പോലെ ഉണങ്ങുന്ന പോലെ ഉണങ്ങത്തില്ല. കാരണം ഇത് വേവിച്ചതാണ്. മറ്റേതൊക്കെ നമ്മൾ പച്ചക്കല്ലേ അരിപ്പൊടി, അതൊക്കെ ചെയ്യും, പച്ച പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഇത് ഇത്തിരി പാടാണ്. അതുകൊണ്ട് ഒരു ചെറിയ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് മസാജ് ചെയ്ത് നല്ലൊരു മസാജ് കൊടുത്ത് ഇതങ്ങ് എടുക്കുക. ഇത് നക്കിയാലും നല്ല തിന്നാനും പറ്റും. നല്ല മണം വരുന്നു, പാല് ശർക്കരയൊക്കെ. വളരെ നല്ല എഫക്റ്റാണ്. നമുക്കൊരു കല്യാണ പെണ്ണിന് വരെയും ചെയ്യാം എന്ന് പറയാം. അങ്ങനെ തന്നെ ചെയ്യാം. അത്രയ്ക്ക് നല്ല വ്യത്യാസം വരും. നമുക്ക് നാളെ ഒരിടത്ത് പോകണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചെയ്താൽ മതി. ഭയങ്കര റിസൾട്ട് ആയിരിക്കും നാളെ. ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യാം. ഒരു 10 ദിവസം നിങ്ങൾ നാളെ തന്നെ തുടങ്ങിക്കും. 10 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കാം. ഒരു പിഗ്മെന്റേഷൻ പോകാനും എല്ലാത്തിനും വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് കഴുത്തിലും ഇടാം. ഇപ്പം ഞാനിപ്പോൾ ഉടുപ്പൊക്കെ ഇട്ടതിന് കഴുത്തിലൊന്നും ഇവിടെ ഒക്കെ അതിൻ്റെ ഉടുപ്പൊക്കെ ചീത്തയാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല.
നിങ്ങൾക്ക് ഇത് കഴുത്തിലിടാം. കഴുത്തിൻ്റെ ആ കറുപ്പും ഒക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇത് ഉണങ്ങിയിട്ട് ഇനി നോക്കാതൊക്കെ ഇടുന്നോണ്ട് എവിടെയൊക്കെ പറ്റിയോന്ന് പോലെ അറിയാൻ വയ്യ. നല്ല കട്ടിക്ക് തന്നെ ഇടാം നിങ്ങൾക്ക് കേട്ടോ. നന്നായിട്ടിടാം. നല്ലത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല തണുപ്പ്. മറ്റുള്ള പാക്ക് ഇടുന്നതിനെക്കാട്ടിലും പ്രത്യേക ഒരു സുഖമുണ്ട്. അപ്പം ഇതിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ഡ്രൈ ആകുന്നതല്ല ഇത്, വെച്ചാൽ നമ്മൾ കുറുക്കിയതായുണ്ട്. ശർക്കരയും പിന്നെ റാഗി പാലും കൂടെ കുറുക്കി എടുത്തതല്ലേ. അപ്പം അത് വെന്ത സാധനമാകുമ്പോൾ നമ്മുടെ മറ്റേ പൊടി പോലെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവത്തില്ല. ഞാൻ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവുന്ന മുമ്പ് ഞാൻ വന്ന് ഒരു മസാജ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഒരു ചെറിയ ലൈറ്റ് മസാജ് നമുക്ക് ചെയ്യാം. നന്നായിട്ട് അറിയാമല്ലോ, ഒരുപാട് മസാജിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്ത് പാക്കായാലും നമ്മൾ മസാജ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നല്ലൊരു മസാജിങ് കൊടുക്കുക. നല്ല കുറുകിയിരിക്കുന്നു, അതുകൊണ്ട് ഭയങ്കര പാടാണ് എടുക്കാൻ. ശർക്കരയും കൂടെ ആകുമ്പോൾ നല്ലൊരു വലിച്ചിലുണ്ടാവും. നല്ല ഗ്ലോയാ ശർക്കര ഫേസിന് നല്ല ഗ്ലോയ വരുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും 100% റിസൾട്ടാണ്. നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ സ്ക്രബ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ പൗഡർ വേവിക്കാതെ തന്നെ കുറുക്കാതെ ആ പച്ച പൊടിക്കകത്ത് ഇത്തിരി പാലും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് സ്ക്രബായിട്ട് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇനി എല്ലാവരും ചോദിക്കുന്നത് വേവിക്കണോ കുറുക്കണോ? ഞാൻ കുറുക്കി എടുത്തതാണ്. തീ കുറച്ച് വെച്ചിട്ട് കുറുക്കണം. അതിനാവശ്യമുള്ള പാലൊഴിക്കണം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് വേണ്ട പാക്ക് ഒരു മസാജിങ് ചെയ്തിട്ട് കഴുത്തിലൊക്കെ സ്വന്തം ഇട്ടായിരുന്നു എൻ്റെ. അത് ഞാനൊരു സൈഡ് കാണിച്ചു തരാം. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കണം. നല്ല ചേഞ്ച് ആയിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് വ്യത്യാസം അറിയുന്നുണ്ടല്ലോ നിങ്ങൾ. ഇത് നന്നായിട്ടൊന്ന് കഴുകി അത് നന്നായിട്ട് തുടച്ചിട്ട് വരാം. ഞാൻ പാക്കൊക്കെ കഴുകി നല്ല ചേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ല ഗ്ലോ. ഇപ്പം നിങ്ങൾ 10 ദിവസം അടുക്കി ചെയ്ത് നോക്കുക, ആ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. പെട്ടെന്ന് 100% ഗ്യാരണ്ടി ഞാൻ തരുന്നത്. ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാവരും ചെയ്യുക. അത് വേവിച്ച് തന്നെ എടുക്കണം. പച്ചപ്പൊടിയല്ല ചെയ്യേണ്ടത്. അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കുറുക്കിയെടുത്ത് നല്ല സോഫ്റ്റായി സ്കിന്ന്. അതുപോലെ കഴുത്തിനിടാം. കറുപ്പുള്ള അടയാളമുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് ഇടാവുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുമെന്നുള്ള വിശ്വാസത്തോടും കൂടി ടാറ്റ.